ഈ സമീപകാലത്ത് മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപങ്ങൾ വളരെ ജനകീയമാകുകയും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ താല്പര്യപ്പെട്ട് അനവധി വ്യക്തികൾ മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്രേക്ഷകരിൽ ദിവസേന ലഭിക്കുന്ന മെസ്സേജുകളിൽ നിന്നും ഇമെയിലുകളിൽ നിന്നും ഫോൺ കോളുകളിൽ നിന്നും ഇത് വളരെ വ്യക്തമാണ്. മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിൻ്റെ റിസ്കിനെക്കുറിച്ചും കൂടുതൽ അറിവില്ലാത്ത വ്യക്തികളാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നതിനായി മുന്നോട്ട് വരുന്നത്. ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എനിക്ക് തന്നെ ലഭിക്കുന്ന മെസ്സേജുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ചോദിക്കുന്നത്, എനിക്ക് നല്ലൊരു ഫണ്ട് സജസ്റ്റ് ചെയ്യാമോ, ഞാൻ ഏത് മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറേ പണമുണ്ട്, അത് ഞാൻ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമോ, SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമോ, എനിക്കൊരു നല്ലൊരു ഫണ്ടിൻ്റെ പേര് പറഞ്ഞു തരാനാണ് ആളുകൾ സാധാരണയായിട്ട് ചോദിക്കുന്നത്. ഇത് ശരിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് ഏത് ഫണ്ടിൽ നിക്ഷേപം നടത്തണം, എത്ര നാളത്തേന് നിക്ഷേപം നടത്തണം, എങ്ങനെയുള്ള ഫണ്ടാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഈ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എനിക്കിതുപോലെ ലഭിക്കുന്ന ക്വസ്റ്റ്യൻസിലുള്ള ഒരു ആൻസറായിട്ടാണ്. ആദ്യമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് പഠിക്കാതെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം സ്റ്റാർട്ട് ചെയ്ത വ്യക്തികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുക്കേണ്ടതാണ്. ഏത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് ചോദിക്കാതെ എൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീം ഏതാണെന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. ഇന്ത്യയിൽ ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന 45ഓളം മ്യൂച്വൽ ഫണ്ടുകൾ, നൂറുകണക്കിന് മ്യൂച്വൽ ഫണ്ടുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പറേഷനിലുള്ള ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളോ അല്ലെങ്കിൽ പുതിയതായിട്ട് NFO മുഖാന്തരം മ്യൂച്വൽ ഫണ്ടുകൾ ലോഞ്ച് ചെയ്യുന്ന ഫണ്ടുകളോ ഏത് കാറ്റഗറിയിൽ പെടുന്ന ഇൻവെസ്റ്റേഴ്സിനാണ് സ്യൂട്ടബിൾ ആകുക. ഓരോ വ്യക്തിയുടെയും ഫൈനാൻഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ അനുസരിച്ച്, അവരുടെ റിസ്ക് ടോളറൻസ് അനുസരിച്ച്, അവരെത്ര കാലത്തേനാണ് നിക്ഷേപം നടത്തുന്നത്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്താണ്, ഫൈനാൻഷ്യൽ ഗോൾ എന്താണ്, ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു വ്യക്തിക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി വരും കാലങ്ങളിൽ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുന്നേ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ മുഖാന്തരമാണ് നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ടിലാണ് നിക്ഷേപം നടത്തേണ്ടത് എന്നുള്ളത് ഏത് വ്യക്തിയോടാണെങ്കിലും ചോദിക്കേണ്ടത്. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഞാൻ SEBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. ഞാൻ മ്യൂച്വൽ ഫണ്ടുകളിലോ ഇൻഷുറൻസ് സ്കീമുകളിലോ മറ്റേതെങ്കിലും നിക്ഷേപ പദ്ധതികളിലോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അഡ്വൈസ് നൽകാറില്ല. ഈ ചാനലിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശം സാധാരണക്കാരായ മലയാളികളെ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് പ്യുവർലി ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത്. അതിനാൽ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് തരാനായിട്ടുള്ള എലിജിബിലിറ്റി ഇല്ല. ഈ ചാനലിൻ്റെ പ്രേക്ഷകർ ദിനംപ്രതി ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാറുണ്ട്. അതിനുള്ള ക്ലാരിഫിക്കേഷനാണ് ഞാൻ ബേസിക്കായിട്ട് നൽകുന്നത്. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസായിട്ട് കൺസിഡർ ചെയ്യാനും പാടില്ല. ഇന്ന് ഇന്ത്യയിലെ പോപ്പുലേഷൻ ഏകദേശം 140 കോടിയിൽ കൂടുതലാണ്. എന്നാൽ SEBIയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് 1000-ൽ താഴെയാണ്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം എന്തുകൊണ്ടാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, ഈ ഏരിയയിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ SEBIയിൽ രജിസ്ട്രേഷൻ എടുക്കാതിരിക്കുന്നതെന്നുള്ള കാര്യം. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. SEBIയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിയമപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യാനുണ്ട്. ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം SEBIയുടെ പ്രസൻറ്റിലെ ഈ റൂള് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് എന്നെപ്പോലെയുള്ള ഒരു വ്യക്തിക്ക് യാതൊരുവിധ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റും ഇല്ലാതെ ആണ് ഈ വീഡിയോകൾ പ്രിപ്പയർ ചെയ്ത് പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് SEBIയുടെ രജിസ്ട്രേഷൻ എടുത്ത് അതിന് നിയമാവലികൾ ഫോളോ ചെയ്യുക, അതിന് ഓഫീസ് സെറ്റപ്പ് ചെയ്യുക, സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യുക, ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുക, കമ്പനി സെക്രട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുക, ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. മ്യൂച്വൽ ഫണ്ടുകളിലും ഷെയർ മാർക്കറ്റിലും നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ആദ്യമായി വേണ്ടത് ക്ഷമയാണ്. ലോങ് പീരീഡിലേക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് ക്ഷമയില്ലാത്ത വ്യക്തികൾ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരരുത്.
അതോടൊപ്പം തന്നെ നിങ്ങൾ നിക്ഷേപം നടത്തുന്നത് റിസ്കി ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിലാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന വേരിയേഷൻസ് അനുസരിച്ച് നിങ്ങൾ നടത്തിയിരിക്കുന്ന ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂയിലും വേരിയേഷൻസ് വരാം. ഷോർട്ട് ടൈമിൽ ഇതേപോലെ ഉണ്ടാകുന്ന വേരിയേഷൻസിൽ അപ്സെറ്റ് ആകുന്ന ഒരു വ്യക്തിയാണെങ്കിലും തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താതിരിക്കുക. സോഷ്യൽ മീഡിയകളിലൂടെയും മ്യൂച്വൽ ഫണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഏജൻസ് ത്രൂവും ബാങ്കുകളിലെ റിലേഷൻഷിപ്പ് മാനേജേഴ്സ് മുഖാന്തരവും പലരും ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താറുണ്ട്. തീർച്ചയായിട്ടും ഇതേപോലെയുള്ള വ്യക്തികൾ നിങ്ങൾക്ക് നൽകുന്ന അഡ്വൈസ് കറക്റ്റാണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വെരിഫൈ ചെയ്യുക. കഴിഞ്ഞ കാലത്ത് മ്യൂച്വൽ ഫണ്ടുകൾ നൽകിയ പെർഫോമൻസിന് അല്ലെങ്കിൽ റിട്ടേൺസിൻ്റെ ബേസിസിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുകയില്ല. ഭാവിയിലേക്കുള്ള റിട്ടേൺസ് എന്താണെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ ചില ഫണ്ടുകൾ 30% റിട്ടേൺ നൽകി, 50% റിട്ടേൺ നൽകി എന്നുള്ള ഒരു വാഗ്ദാനത്തിൻ്റെ ബേസിസിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്താതിരിക്കുക. ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷനിൽ ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ ന്യൂ ഫണ്ട് ഓഫറുകളുമായിട്ട് വിപണിയിലുണ്ട്. ന്യൂ ഫണ്ട് ഓഫറുകളിൽ നിക്ഷേപം നടത്തുന്നവർ ശ്രദ്ധിക്കുക. ഇത് സാധാരണ കമ്പനികളുടെ IPO പോലെയല്ല. സാധാരണ കമ്പനികൾ IPO ഇഷ്യൂ ചെയ്ത് ആ ഷെയറുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല സമയങ്ങളിലും ഹ്യൂജ് പ്രോഫിറ്റ്സ് ലഭിക്കാറുണ്ട്. മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപം കമ്പനികളുടെ IPO പോലെ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മ്യൂച്വൽ ഫണ്ട് NFO കഴിഞ്ഞ് ആ ഫണ്ട് റീഓപ്പൺ ചെയ്യുന്ന സമയത്ത് കമ്പനികളുടെ IPO പോലെ ഹ്യൂജ് പ്രോഫിറ്റോ അതേപോലെ ഹെവി ആയിട്ടുള്ള ലോസോ നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മ്യൂച്വൽ ഫണ്ടുകൾ ബാങ്ക് ഡെപ്പോസിറ്റുകൾ പോലെയല്ല. ബാങ്കിൽ നിങ്ങൾ നടത്തുന്ന നിക്ഷേപങ്ങൾ പോസ്റ്റ് ഓഫീസുകളിലോ അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് റിട്ടേൺസ് ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിലാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്ത തുകയും അതിൻ്റെ പലിശയും സാധാരണ കിട്ടും. എന്നാൽ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങളിൽ യാതൊരുവിധ ഗ്യാരണ്ടിയുമില്ല. കഴിഞ്ഞ കാലങ്ങളിലുള്ള പെർഫോമൻസ് ഫ്യൂച്ചറിലേക്ക് റിപ്പീറ്റ് ചെയ്യുമെന്നുള്ള ഗ്യാരണ്ടിയുമില്ല. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയാൽ ഇത്ര വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഇത്ര ശതമാനം റിട്ടേൺസ് ലഭിക്കും അല്ലെങ്കിൽ ഇത്ര ക്യാപിറ്റൽ ഗെയിൻ ലഭിക്കുമെന്ന് ആർക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺസ് ബേസിക്കലി മ്യൂച്വൽ ഫണ്ടുകൾ കളക്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഏത് തരത്തിലുള്ള അസറ്റുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺസ് വേരി ചെയ്യും. ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നതെങ്കിൽ ബേസിക്കായിട്ട് ഇക്വിറ്റി മാർക്കറ്റിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് നിങ്ങൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഫണ്ടിൻ്റെയും NAV ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ഓരോ ദിവസവും വേരി ചെയ്തുകൊണ്ടിരിക്കും. സാധാരണ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഞാൻ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമോ അല്ലെങ്കിൽ SIP റൂട്ടിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ? ലംസമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ SIP റൂട്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ലോങ് ടൈമിലേക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും SIP റൂട്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളായിരിക്കും നല്ലത്. ഷെയർ മാർക്കറ്റിൻ്റെ നാളത്തേനോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞുള്ള പെർഫോമൻസ് നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കോസ്റ്റ് ആവറേജ് ചെയ്യുന്നതിന്, അതായത് റുപ്പി കോസ്റ്റ് ആവറേജിങ്ങിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഓപ്ഷനാണ്. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ എമൗണ്ട് ഉണ്ട്, അത് ലംസമായിട്ട് നിങ്ങൾക്ക് നിക്ഷേപം നടത്തണമെങ്കിൽ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. ആ എമൗണ്ട് നിങ്ങൾക്ക് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 4-5 പോർഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 1-2 മാസങ്ങൾ കൊണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള പെർഫോമൻസ് നമുക്ക് വ്യക്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാനോ സാധിക്കുകയില്ല. അതിനാലാണ് ലംസം എമൗണ്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അഥവാ നിങ്ങൾക്ക് മാർക്കറ്റിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയാണ്, സ്റ്റോക്ക് മാർക്കറ്റ് 2%, 3%, 4% ഡൗൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലംസമായിട്ടുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും കൺസിഡർ ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ള നിക്ഷേപങ്ങൾക്കും അതിൻ്റേതായ റിസ്ക് ഉണ്ട്. പല സമയങ്ങളിലും ഇൻവെസ്റ്റേഴ്സ് ചോദിക്കുന്ന ഒരു സംശയമാണ്, ഞാൻ SIP നടത്തുന്നത് ഡെയിലി ബേസിസിൽ ചെയ്യണമോ, വീക്ക്ലി ബേസിസിൽ ചെയ്യണമോ, 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ ചെയ്യണമോ, മന്ത്ലി ബേസിസിൽ ചെയ്യണമോ, ഹാഫ് ഇയർലി ബേസിസിൽ ചെയ്യണമോ? റിസർച്ച് ഡേറ്റ അനുസരിച്ചിട്ട് നിങ്ങൾ SIPക്കുള്ള ഡേറ്റ് ഏത് സെലക്ട് ചെയ്താലും 10 വർഷത്തെ അല്ലെങ്കിൽ 15 വർഷത്തെ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡെയിലി ബേസിസിലോ വീക്ക്ലി ബേസിസിലോ 2 ആഴ്ചയ്ക്ക് ഒരിക്കലോ അല്ലെങ്കിൽ മന്ത്ലി ബേസിസിലോ നിങ്ങൾ നടത്തിയിരിക്കുന്ന SIPയിൽ നിന്നുള്ള റിട്ടേൺസ് ഓൾമോസ്റ്റ് സെയിം ആണ്.
അപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ SIP ഫോളോ ചെയ്യുന്നത് മന്ത്ലി വൺസ് ആണ്. അതോടൊപ്പം തന്നെ പലപ്പോഴും പലരും ചോദിക്കുന്നത് ഒരു മാസത്തിൽ ഏത് ദിവസമാണ് SIP നടത്താൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ദിവസം. ഇവിടെയും എനിക്ക് പറയാനുള്ളത്, റിസർച്ച് ഡാറ്റകൾ കാണിക്കുന്നത് നിങ്ങൾ മാസത്തിൽ ഏത് ദിവസവും SIPക്ക് തിരഞ്ഞെടുത്താലും 10 വർഷത്തെ അല്ലെങ്കിൽ 15 വർഷത്തെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺസ് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ സാധാരണയായിട്ട് SIPക്ക് വ്യക്തികൾ തിരഞ്ഞെടുക്കുന്ന ദിവസം മാസത്തിൻ്റെ ബിഗിനിങ്ങിൽ 1-ാം തീയതിയോ 2-ാം തീയതിയോ 5-ാം തീയതിയോ. സാലറി ലഭിക്കുന്ന വ്യക്തികളാണെങ്കിൽ സാധാരണ മന്ത് എൻഡിലാണ് അവരുടെ അക്കൗണ്ടിൽ ക്യാഷ് വരിക. അപ്പം സേഫർ സൈഡിൽ 1-ാം തീയതിയോ 2-ാം തീയതിയോ 5-ാം തീയതിയോ ഏത് ദിവസമാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ ആ ദിവസം തിരഞ്ഞെടുക്കാം. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ സാധാരണയായിട്ട് ഈ സ്കീമുകൾക്ക് ഡയറക്റ്റ് ഓപ്ഷൻ, ഡിവിഡൻഡ് ഓപ്ഷൻ എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ഗ്രോത്ത് ആണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രോത്ത് ഓപ്ഷൻ തന്നെ കൊടുക്കുക. ഡിവിഡൻഡ് ഓപ്ഷന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. നിങ്ങൾ ഡിവിഡൻഡ് ഓപ്ഷനാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫണ്ടിൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള ഗ്രോത്തിനെ അത് അഫക്റ്റ് ചെയ്യും. സാധാരണ ഡിവിഡൻഡ് കൊടുക്കുന്നത് നിങ്ങളുടെ ഫണ്ടിൽ ഏൺ ചെയ്തിരിക്കുന്ന ഇൻകം ഒരു പോർഷൻ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് അവിടെ കുറയാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ഗ്രോത്ത് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഓൾവേസ് ഗ്രോത്ത് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന സമയത്ത് ഒരു സ്കീമിൽ തന്നെ പല ഓപ്ഷൻസ് വരാം. ഞാൻ ആദ്യമേ പറഞ്ഞ ഗ്രോത്ത് ഓപ്ഷൻ, ഡിവിഡൻഡ് ഓപ്ഷൻ, ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ, അതോടൊപ്പം തന്നെ റെഗുലർ ഫണ്ടും ഡയറക്റ്റ് ഫണ്ടും ഉണ്ടാകാം. നിങ്ങൾ നിക്ഷേപം നടത്തുമ്പോൾ എപ്പോഴും ആ ഫണ്ടിൻ്റെ പേര് ഡയറക്റ്റ് ഗ്രോത്തിൽ എൻഡ് ചെയ്യുന്ന ഫണ്ടുകൾ സെലക്ട് ചെയ്ത് നിക്ഷേപം നടത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ റെഗുലർ ഫണ്ടിലാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ അതൊരു ഇൻ്റർമീഡിയറി മുഖാന്തരമുള്ള ഡെപ്പോസിറ്റാണ്. അപ്പോൾ സാധാരണയായിട്ട് റെഗുലർ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിട്ടേൺസ് ഡയറക്റ്റ് ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കാം. നിങ്ങളൊരു ഇൻ്റർമീഡിയറിയോ ബ്രോക്കറോ ഏജൻറ്റ് മുഖാന്തരമോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് മുഖാന്തരമാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ ആ ഇൻ്റർമീഡിയറിക്ക് കൊടുക്കുന്ന 1% അല്ലെങ്കിൽ 1.5% കമ്മീഷൻ അത് നിങ്ങളുടെ അസറ്റിൽ നിന്നും കുറയുകയും നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ അത് നിങ്ങളുടെ ഓവറോൾ റിട്ടേൺസിനെ അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഈ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടിപ്പോകുന്നത് കാരണം തൽക്കാലം ഞാനിതിവിടെ നിർത്തുകയാണ്. ഈ വീഡിയോയുടെ 2ാമത്തെ പാർട്ടിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് എന്തൊക്കെയാണ് ആദ്യമായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളിതിൻ്റെ 2ാമത്തെ പാർട്ട് കൂടി കാണാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.